ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് സ്കന്ദപുരാണത്തിലെ ദേവസ്കന്ദ യുദ്ധം എന്നുള്ള ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ഭൂലോകത്തിൽ ഇപ്പോൾ വളരെയധികം കലുഷിതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ന്യൂസ് ചാനലൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെയും എല്ലാം വെട്ട്, കുത്ത്, കൊലപാതകം ഇങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് മൊത്തം, അല്ലേ? അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഈ ഭൂമിയിൽ കണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് കുറേയൊക്കെ എന്താ പറയുക, ഇങ്ങനെ കലുഷിതമായിട്ടുള്ള സ്വഭാവമുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ദേഷ്യ സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പാതയിലുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഇപ്പം പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ഈശോയെ, ഇപ്പം നമുക്ക് ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ ഈശോയെ പ്രാർത്ഥിക്കാം, അതിൽ കുഴപ്പമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഒരു വചനമുണ്ട്. ബൈബിളിൽ ഒരു വചനത്തിൽ ഭഗവാൻ ഈശോ പറയുന്നുണ്ട്, അതായത് ദൈവപുത്രനാണല്ലോ ഈശോ എന്ന് പറയുന്നത്. അപ്പം ഈശോ പറയുന്നുണ്ട്, കൃഷ്ണന്റെ, അതായത് പരമാത്മാവിൻ്റെ ആൾക്കാരെല്ലാം എൻ്റെയോ ആൾക്കാരാണ്, എൻ്റെ ആൾക്കാരെല്ലാം അങ്ങയുടെ ആൾക്കാരാണ്, പരമപിതാവിൻ്റെ ആൾക്കാരാണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്കാണ് ഈ തമ്മിലുള്ള വേർതിരിവുകളും വിവേചനങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഭഗവാനും ദൈവവും എല്ലാം ഒരേപോലെയാണ് എന്താ പറയുക നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിൽ ഒരു വചനമുണ്ട്, ആ ഒരു വചനം ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു തരാം. ലോകത്തിന് വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകെക്കൊണ്ട് അവർക്ക് വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതും ആകുന്നു. മനസ്സിലായ? അപ്പം എല്ലാം എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എല്ലാം എൻ്റേതും ആകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടും ഇരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഭഗവാൻ അവരെ ഈശോയ്ക്ക് കൊടുത്തപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു? അവർക്ക് തന്നിട്ടുള്ള നാമത്തിൽ ഈശോ അവരെ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുപോലെ ഈശോയ്ക്കുള്ളതെല്ലാം പരമപിതാവായിട്ടുള്ള ദൈവത്തിനും ഭഗവാനും ഉള്ളതാണ്, അതുപോലെ ഭഗവാൻ ഉള്ളതെല്ലാം ഈശോയ്ക്ക് ഉള്ളതാണെന്നാണ് ഇവിടെ പറയുന്നത് ബൈബിളിൽ, കേട്ടോ. അപ്പം ഇത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്, ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിന് നിവർത്തി വരുത്തേണ്ടതിന് ആ നാശയോഗ്യനല്ലാത്ത അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലായ്മ കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം ഈശോ പറയുന്നത്, നിനക്ക് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എൻ്റെ മക്കളെല്ലാം നിന്റെയും മക്കളാണ്, നിന്റെ മക്കളെല്ലാം എൻ്റെയും മക്കളാണെന്നാണ് ഇവിടെ ഈശോ പറയുന്നത്. അപ്പം അവര് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. അതുകൊണ്ട് അവരെ ദുഷ്ടരുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. അപ്പം പിതാവേ, അത് ഈശോ ഇവിടെ പറയുന്നുണ്ട്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് കൊണ്ട് അവരും അതുപോലെ ഒന്നാകേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാം ഒന്നാകേണ്ടതിന്, എന്നുവെച്ചാൽ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്
പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടത് തന്നെ. അതായത് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും ഒന്നാകേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. അപ്പം നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ ഈശോ പറയുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അപ്പം നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അപ്പോൾ പരസ്പരം എല്ലാവരും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് പുതിയ നിയമത്തിലെ ഈ ഒരു ഭാഗമാണ്. 124 പേജിലാണ്. 124 പേജിലുള്ള വചനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു തന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഈശോ എടുത്തു പറയുന്നുണ്ട്, പിതാവിന്റെ മക്കളെല്ലാം എന്റെയും മക്കളാണ്, എന്റെ മക്കളെല്ലാം പിതാവിന്റെയും മക്കളാണ്. പിതാവില് ഞാനും ഇരിക്കുന്നു, എന്നില് പിതാവും ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പം എല്ലാം ഈ എന്താ പറയാ, ഒരേ തത്വമാണ്, ഒരേ ഇതാണെന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ജീവിക്കേണ്ടത്. അവിടെ കുറച്ച് പ്രശ്നം. അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ എന്താ പറയാ, ഒരു കാര്യമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും വിദ്വേഷങ്ങളും പകയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെച്ച് പുലർത്താതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഇപ്പം ഈശോ തന്നെ പറയുന്നുണ്ട്, എനിക്കുള്ള മക്കളെല്ലാം നിനക്കുള്ളതാണ്, നിന്റെ മക്കളെല്ലാം എനിക്കുള്ളതാണ്. അതായത് പിതാവിന്റെ മക്കളെല്ലാം പുത്രനുള്ളതാണ്. പുത്രനാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത് ഈശോ. അപ്പൊ സമാധാനം, അവിടെ എന്താണ് വേണ്ടത്? നമുക്ക് സമാധാനമാണ് വേണ്ടത്. മനസ്സിലായോ? തടയുന്നില്ല. അപ്പം നമുക്ക് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ സമാധാനമാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് സമാധാനമാണ്. ഇപ്പോൾ സമാധാനം ഇല്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്നും ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴേക്കും എന്താ പറയാ, ഒരു കൊച്ചു കുട്ടിയെ വരെ വധിച്ച് കിണറ്റിൽ തള്ളിയാക്കുന്നു. അങ്ങനെയുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ കേട്ടിട്ടാണ്. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ ഒരു വാർത്തയാണ് കേട്ടത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൊലപാതകങ്ങള്, എന്താ പറയാ, പിടിച്ചുപറികള്, കൊലപാതകങ്ങള്, ദ്രോഹങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു സമാധാനം ഇല്ല. സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കലികാലത്തിന്റെ കുറച്ച് ഭാഗം ആയപ്പോഴത്തേക്കും നമുക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകെ കഴിയുമ്പോഴേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ സമാധാനത്തിന്റെ പാതയിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ. അതിന് നമ്മൾ മുക്തി, മോക്ഷം എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും, സേവനം എന്ന് പറയുമായിരിക്കും, ഭഗവാന്റെ കൂടെ അല്ലെങ്കിൽ ഭഗവതി കൂടെ എവിടെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും അത് കാണും. നമ്മുടെ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും ഭഗവാൻ കാണും, ദൈവം കാണും, എല്ലാവരും കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നവര് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം തന്നെ ഞാൻ പറയണേ, പ്രാർത്ഥിക്കുന്നവരെല്ലാം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾ സ്വാർത്ഥരാവാതിരിക്കുക. മനസ്സിലായി? നിങ്ങൾ സ്വാർത്ഥരാവാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നന്മയിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവർ നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനിയും പലതരത്തിലുള്ള ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള സ്ത്രീ പീഡനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
ഞാൻ പറഞ്ഞ പോലെ ബൈബിളിലെ വചനം പറഞ്ഞിട്ടുണ്ട്, പിതാവിനുള്ളതെല്ലാം പുത്രനുമാണ്, പുത്രനുള്ളതെല്ലാം പിതാവിനാണ്. അതായത് പിതാവെന്ന് പറയുന്നതാണ് നമ്മൾ പൂജിക്കുന്ന ശിവൻ, പരമാത്മാവ് അങ്ങനെയൊക്കെ പറഞ്ഞ്, ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൂജിക്കുന്നത്. അവിടെ ശിവന്റെ അല്ലെങ്കിൽ ആ പരമപിതാവിന്റെ പുത്രനാണ് ഈശോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സമാധാനത്തിന്റെ പാതയിലേക്കാണ് നാം എല്ലാവരും പോവേണ്ടത്. മനസ്സിലായോ? നമ്മൾ എപ്പോഴും സമാധാനത്തിന്റെ പാതയെ മാത്രമേ നമുക്ക് ഈ കലികാലത്തിൽ നമുക്കൊരു രക്ഷ ഉണ്ടാവുകയുള്ളൂ. ആ സമാധാനത്തിന്റെ പാത വരുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഇങ്ങനെ വെട്ട്, കുത്ത്, കൊലപാതകം, കലുഷിതമായിട്ടുള്ള ഇത് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇനിയുള്ള കാര്യത്തിൽ നമ്മൾ സമാധാനവും കൂടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനാണ് എല്ലാവരോടും പറയുന്നത്, നമ്മൾ ആ ശാന്ത സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനെയും കൂടെ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ എന്താ പറയുക, ദേവി അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് നമുക്ക് നരസിംഹമൂർത്തി അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശാന്തസ്വരൂപത്തിലുള്ള ഭഗവാനെയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ലക്ഷ്മിത്വമുള്ള സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടോന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അവർ കൃഷ്ണഭക്തരാണ്, അവർ ശ്രീകൃഷ്ണ ഭക്തരാണ്, അല്ലെങ്കിൽ നാരായണ ഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മരണസമയമാകുമ്പോൾ ഭഗവാൻ അവരെ എന്തായാലും വൈകുണ്ഠത്തിലേക്കോ എവിടെയാണ് അവർക്ക് വിധിച്ചിട്ടുള്ള അവിടേക്ക് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ കിടന്നിങ്ങനെ ജനിച്ച് ജനമരണ ചക്രങ്ങളിൽ പെട്ടിട്ട് നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും നമുക്ക് നല്ലൊരു സുരക്ഷിതത്വമായിട്ട്, ഒന്നെങ്കിൽ ഭൂമിയിലാണെങ്കിൽ നമുക്ക് സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഇനിയുള്ള ജന്മത്തിൽ അങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ള ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പം ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ദേവസ്കന്ധ യുദ്ധം എന്ന് പറയുന്ന ഭാഗമാണ് സ്കന്ധപുരാണത്തിലെ. അപ്പം അത് ഞാൻ വായിക്കാം, എല്ലാവരും കേൾക്കാട്ടോ. ശിവപാർവതിമാർ തപോനിഷ്ഠയിൽ മുഴുകിയിരുന്നപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന കൈലാസാദ്രി ശൃംഗങ്ങൾ ശ്രീകുമാരദേവന്റെ ആഗമനത്തോടെ ശബ്ദമുഖരിതമായി. തൃപ്പാദങ്ങളിൽ പൊട്ടിച്ചിരിക്കുന്ന നവരത്ന ചിലമ്പുകളും പാദസരങ്ങളും മുത്തുകൾ പതിപ്പിച്ച പൊന്നരഞ്ഞാണവും കൈതപ്പൂ നിറത്തെ വെല്ലുന്ന ശോഭയുള്ള തളിരിനും കയ്യുകളിൽ കങ്കണവും തരിവളകളും വെൺമുത്തുകൾ പതിച്ച അങ്കുലീയങ്ങളും കാഞ്ചനമാലയും ആടിക്കളിക്കുന്ന കർണകുണ്ടലങ്ങളും സിന്ദൂര നെറ്റിയിൽ മുത്തുപതക്കവുമായി ഭഗവാൻ ശ്രീ മുരുകദേവൻ സർവാലങ്കാര വിഭൂഷിതനായി സുന്ദര കളേബരനായി പ്രശോഭിച്ചു. ചിലമ്പു കിലുങ്ങുമാറ് ഓടിക്കളിച്ചും പുല്ലാങ്കുല്ലൂതി സ്വരരാഗസുത വർഷിച്ചും ശ്രീമുരുകൻ പ്രപഞ്ച ശ്രദ്ധയെ ആകർഷിച്ചു. കൊമ്പും കുഴലും ഊതി പ്രകൃതിയെ കോരിത്തെരിപ്പിച്ച ശ്രീകുമാരദേവൻ വീണാതന്ത്രികളിൽ തളിരിളം വിരലുകൾ ഓടിച്ച് സർവചരാചരങ്ങളിലും ആനന്ദാനുഭൂതികൾ ഉളവാക്കി. തുടർന്ന് മൃദുപാദങ്ങൾ ചലിപ്പിച്ച് കോമളമേനി ഇളക്കി കൈവിരലുകളിൽ മുദ്രകൾ കാട്ടി കുഞ്ഞിക്കണ്ണുകളിൽ നവഭാവങ്ങൾ പ്രകടിപ്പിച്ച് ശ്രീകുമാരദേവൻ നൃത്തമാടി രസിച്ചു. അപ്പോൾ അരയിലെ കിങ്ങിണികളിൽ ഉണ്ടായ ശബ്ദം 14 ലോകങ്ങളിലും പ്രതിധ്വനിച്ചു. മുരുക പാദങ്ങൾ പല്ലവ സദൃശമായിരുന്നുവെങ്കിലും നൃത്തമാടുന്നതിന് ചുവടുകൾ ചവിട്ടിയപ്പോൾ വൻമലകൾ പോലും ഇളകി തുടങ്ങി. ബാലലീലകളാടിയ ശ്രീകുമാരദേവൻ കുറുമ്പ് കാട്ടുന്നതിൽ മുമ്പനായിരുന്നു. എപ്പോഴും എവിടെയും വികൃതിത്തരങ്ങൾ പ്രകടിപ്പിക്കുന്ന മുരുകനെ ദർശിക്കാമായിരുന്നു. മലകളിലും താഴ്വരകളിലും ആറുകളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലും ആ പൈതൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വേദശാസ്ത്ര വിശാരദന്മാരുമായി വിവാദങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെട്ട ശ്രീകുമാരദേവൻ വേദതത്വ സംഹിതകൾ ഉദ്ധരിച്ച് അവരുടെ അഹന്തയടക്കി. ദേവനാഗരിക ഭാഷകളിലും മറ്റുള്ള എല്ലാ ലോക ഭാഷകളിലും സ്കന്ദദേവൻ പണ്ഡിതനായി വിളങ്ങി. ശ്രീ മുരുകദേവന്റെ സഞ്ചാരങ്ങൾക്ക് പരിധിയില്ലായിരുന്നു, തടസ്സങ്ങളില്ലായിരുന്നു, കാലഭേദങ്ങളില്ലായിരുന്നു. ചന്ദ്രമണ്ഡലത്തിലും സൂര്യമണ്ഡലത്തിലും ദേവലോകത്തും പാതാള ലോകത്തിലും ചിരപരിചിതനെ പോലെ നിർഭയനായി ഭഗവാൻ സഞ്ചരിച്ചു. ആറുമുഖനായി സഞ്ചരിച്ചിരുന്ന ദേവൻ ചിലപ്പോൾ 6 രൂപങ്ങൾ പ്രാപിച്ച് സഞ്ചരിക്കുമായിരുന്നു. ബ്രാഹ്മണ കുമാരന്മാരെ പോലെയും വൃദ്ധ ബ്രാഹ്മണനെ പോലെയും വീരാതി വീരനെ പോലെയും മഹർഷിവര്യനെ പോലെയും ബാലകനെ പോലെയും സേവകനെ പോലെയും അരജനെ പോലെയും ആണ്ടി പണ്ടാരത്തെ പോലെയും വേഷപ്രായ ഭാവഭേദങ്ങളിൽ സ്കന്ദദേവൻ സഞ്ചരിച്ചു. ചിലപ്പോൾ പതികനായി സഞ്ചരിച്ച ദേവൻ മറ്റു ചിലപ്പോൾ അശ്വാരൂഢനായി യാത്ര ചെയ്തു. അപ്പൊ ഭഗവാൻ പല പല വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് മുരുക ഭഗവാൻ പല പല വേഷങ്ങൾ ധരിച്ച് സഞ്ചരിക്കാറുണ്ട്.
സ്വർഗലോകങ്ങളിൽ കൂടെ ഉപരിലോകങ്ങളിലൊക്കെയും ഭഗവാൻ പല പല വേഷങ്ങൾ ധരിച്ച് സഞ്ചരിക്കാറുണ്ട്. ഗജാരൂഢനായി, രഥാരൂഢനായി, വിമാനയാത്രികനായി, പല വാഹനങ്ങളിൽ, പല വേഷങ്ങളിൽ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ ശ്രീകുമാരദേവൻ യഥേഷ്ടം സഞ്ചരിച്ചു. മേഘപാളികൾക്കിടയിൽ കൂടി ഒളിച്ചു കളിച്ച് രസിച്ച ദേവൻ വായുവിൽ പറന്നുല്ലസിച്ചു. മണിനാദങ്ങൾ മുഴക്കി ആനന്ദം അനുഭവിച്ച ശ്രീമുരുകൻ മധുരഗാനങ്ങൾ ആലപിച്ചു. ത്രിലോകവാസികളെയും മോഹിപ്പിച്ചു. ഇപ്രകാരമുള്ള കുമാരദേവന്റെ മായാവിനോദ ലീലകൾ കണ്ട് ആസ്വദിച്ച ശ്രീ പാർവതി ദേവി ആശ്ചര്യഭരിതയായി. അപ്പോൾ ഭഗവാന് വളരെയധികം മുരുക ഭഗവാൻ എന്താണ് വളരെയധികം മായലീലകളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഈ മായലീലകളൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് പാർവതി ദേവി തന്നെ ആശ്ചര്യഭരിതയായി തീരുകയാണ്. അതിന്റെ തത്വം അറിയാനായി ദേവി പതിയെ സമീപിച്ചു. ദേവ, ശൈശവ പ്രായത്തിൽ തന്നെ നമ്മുടെ കുമാരൻ ഇത്രമാത്രം മായാജാലങ്ങൾ പ്രകടിപ്പിക്കുന്നു. മായാലീലകൾ ആടുന്നതിൽ നമ്മുടെ പുത്രൻ അവിടുത്തെ പോലെ തന്നെ അഗ്രഗണ്യനാണെന്ന് തോന്നുന്നു. നമ്മുടെ പുത്രൻ സ്കന്ദദേവന്റെ അത്ഭുത സിദ്ധികളെ കുറിച്ച് കൃപ പൂണ്ട് അരുളി ചെയ്താലും. അപ്പോൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ഉമാദേവി, നിന്റെ വിചാരം നാം അറിയുന്നു. നമ്മുടെ കുമാരന്റെ അത്ഭുത സിദ്ധികൾ ത്രിലോകവാസികളും അറിയുന്നതിന് വേണ്ടിയാണ്. ഒന്നും അറിയാത്തവളെ പോലെ കുമാരമഹിമകൾ കഥിക്കുവാൻ നമ്മോട് നീ ആവശ്യപ്പെടുന്നതെന്ന് നാം അറിയുന്നു. എങ്കിലും കേട്ടുകൊള്ളൂ. ദർശനത്തിൽ നാം പഞ്ചമുഖനാണെങ്കിലും അദൃശ്യമുഖമായ അധോമുഖത്തോടു കൂടിയ നാം ആറുമുഖനാണ്. നമ്മുടെ കുമാരൻ പ്രത്യക്ഷത്തിൽ ആറുമുഖനായി അവതരിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ. അപ്പം ശിവഭഗവാന് തന്നെ ഉള്ളിൽ ആറ് മുഖങ്ങളുണ്ട്. ആ ആറുമുഖങ്ങളുടെ ഒരു ശക്തിപ്രവാഹം, ഒരു അത്ഭുതപൂർണമായിട്ടുള്ള ശക്തിപ്രവാഹം കൊണ്ടാണ് ആറുമുഖനായിട്ട് തന്നെ മുരുക ഭഗവാൻ അവതരിച്ചത് എന്ന് പറയണം. അപ്പൊ ശിവഭഗവാന്റെ അത്രയും വലിയ ശക്തിപ്രവാഹം മുരുക ഭഗവാനും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ ശിവഭഗവാൻ പറയുന്നത്. നാം ഓം എന്ന അക്ഷരത്തോട് കൂടുമ്പോൾ നമ്മുടെ മന്ത്രം ഷഡക്ഷര മന്ത്രമാകുന്നു. ശ്രീകുമാരനും ഷഡാക്ഷര മന്ത്രകാരനാണ്. അപ്പം ഓം എന്നുള്ള അക്ഷരത്തോട് കൂടുമ്പോഴാണത് ഷഡാക്ഷര മന്ത്രമാകുന്നത്. അതുപോലെ ശ്രീകുമാരനും ഷഡാക്ഷര മന്ത്രകാരനാണെന്നാണ് ഇവിടെ പറയുന്നത്. ശരവണഭവയിൽ ഷ എന്നത് മംഗളത്തെയും, രാ എന്നത് തേജസ്സിനെയും, വാ എന്നത് സച്ചിത്തത്തെയും, നാ എന്നത് വീരത്തെയും കുറിക്കുന്നു. ഭവൻ എന്നത് ഇപ്രകാരമുള്ള ഗുണങ്ങളോട് കൂടിയവനെന്നുമാകുന്നു. സ്കന്ദൻ നമ്മുടെ ശക്തിയാണ്. സ്കന്ദനും നാമും വേറെ വേറെ ശക്തികളല്ല. സ്കന്ദനും നമ്മെപ്പോലെ ലോകം നിറഞ്ഞു നിൽക്കുന്നവനാണ്. ബാലരൂപത്തിൽ മുരുകൻ ദർശനം അരുളുന്നുവെങ്കിലും സ്കന്ദൻ ത്രികാലജ്ഞാനിയാണ്. പ്രാർത്ഥിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കും ആശ്രിത വത്സലനായ കുമാരൻ സമൃദ്ധിയും ജ്ഞാനവും മോക്ഷവും മുക്തിയും പ്രദാനം ചെയ്യുന്നവനാണ്. അപ്പോൾ ശിവഭഗവാനും സ്കന്ദഭഗവാനും വേറെ വേറെയല്ല. ശിവഭഗവാന്റെ തന്നെ അംശമാണ് സ്കന്ദഭഗവാൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് സ്കന്ദഭഗവാനും. അതേപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ശക്തി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരവചനങ്ങളിൽ കൂടി കുമാരമഹിമകൾ ശ്രവിച്ച് ശ്രീ പാർവതി ദേവി സംതൃപ്തയായി. ഇഹലോകങ്ങൾക്ക് സുഖങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് ലോകമാതാവായ ശക്തിയാണ്. പരലോക മോക്ഷ അനുഗ്രഹിക്കുന്നവർ സർവലോക ചരാചര പിതാവായ ശ്രീ പരമേശ്വരനാണ്. ഇഹപര സുഖങ്ങൾ രണ്ടും ഒരുപോലെ അരുളി ചെയ്യുന്നവനാണ് സ്കന്ദദേവൻ. അപ്പം പരലോകങ്ങളിലുള്ള ഇതെല്ലാം ഒരുപോലെ അരുളുന്നതാണ് സ്കന്ദ ഭഗവാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശബ്ദം കുറച്ച് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് അറിയാം. ഇവിടെ ജോലി നടക്കുകയാണ്. ഇവിടെ കുറച്ച് ഇതൊക്കെ വൃത്തിയാക്കി ഞാനൊന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് വിൻഡോ അടച്ചിരിക്കാം, കുറച്ച് സൗണ്ട് കേൾക്കാതിരിക്കും. അപ്പൊ വിൻഡോ അടച്ചില്ലപ്പോ അതെ. അപ്പൊ ഇവിടെ അത് ജോലി നടക്കുന്നുണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇരുട്ടായിട്ടുണ്ട് ഇപ്പൊ അല്ലേ? ഇരുട്ടായിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇഹലോക സുഖങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് ലോകമാതാവായ ശക്തിയാണ്. പരലോക മോക്ഷ അരുളി അനുഗ്രഹിക്കുന്നവൻ സർവലോക ചരാചര പിതാവായ ശ്രീ പരമേശ്വരനാണ്. ഇഹപരസുഖങ്ങൾ രണ്ടും ഒരുപോലെ അരുളി ചെയ്യുന്നവനാണ് സ്കന്ദദേവൻ. അസാധാരണനും സർവശക്തനും സകല ലോകനാഥനുമായ ശ്രീ കുമാരദേവന്റെ ബാലലീലകളിൽ തന്നെ ആ അനുപമ ശക്തി വിശേഷം ദർശിക്കാവുന്നതാണ്.
ലോകോത്താകമാനമുള്ള മലകളെയെല്ലാം തൻ്റെ അത്ഭുത ശക്തിയാൽ പിഴുതെടുത്ത് അവയെല്ലാം തലകീഴായി ഭൂമിക്ക് അഭിമുഖമായി നിർത്തിയും സപ്ത സമുദ്രങ്ങളെയും ഒന്നാക്കിയും കുമാരൻ രസിച്ചു. ചക്രവാളഗിരിയെ പാതാളത്തിൽ താഴ്ത്തി ഒഴുകിയോടുന്ന ഗംഗാദേവിയെ സ്തംഭിപ്പിച്ചു. പാതാള ലോകത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട അഷ്ടനാഗങ്ങളെ വൃത്താകൃതിയിൽ ചക്രങ്ങളാക്കി മഹാമേരു പർവ്വത ശിഖങ്ങളിൽ നിന്നും ഉരുട്ടിക്കളിച്ചു. അഷ്ടദിക്കുകളിലുമുള്ള ഐരാവതം മുതലായ ഗജവീരന്മാരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ച് മുരുകദേവൻ കണ്ടു രസിച്ചു. തന്റെ അത്ഭുത ശക്തി കൊണ്ട് ഗരുഡനെയും വാസുകി നാഗത്തെയും പിടിച്ചുകൊണ്ടുവന്ന കുമാരദേവൻ അവരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചാസ്വദിച്ചു. സൂര്യനെ ചന്ദ്രമണ്ഡലത്തിലേക്കും ചന്ദ്രനെ സൂര്യമണ്ഡലത്തിലേക്കും സ്ഥാനഭ്രംശം ചെയ്യിച്ചു. മേഘക്കൂട്ടങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മിന്നൽ പാളികളെയും ഇടിമുഴക്കങ്ങളെയും ഹാരങ്ങളാക്കി തന്റെ കണ്ടത്തിൽ അണിഞ്ഞും കുമാരൻ ലീലകളാടി. അപ്പോൾ മുരുക ഭഗവാൻ അത്രയധികം വലിയ ശക്തികളുണ്ട്. ഒരു വലിയ മലയെ വരെ ഇടിച്ച താഴെ കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. അതുപോലെ പല പല രീതിയിലുള്ള ശക്തികളുണ്ട്. ആ ശക്തി വൈഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി തരുന്നത്. ആകാശവില്ലുകളെ പിടിച്ചു കുലിച്ച് നാഗങ്ങളെ ഞാണുകളാക്കി ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളാക്കി ഞാണിൽ പതിപ്പിച്ച് ആ ഗോളങ്ങളെ പ്രയോഗിച്ച് ദേവന്മാരെ ശുണ്ഠി പിടിപ്പിച്ചു. സുരന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ ജീവഹാനി സംഭവിക്കാതെ കുസൃതി ക്രീഡകളാടിയ ശ്രീ കുമാരദേവൻ മലകളെയും സമുദ്രങ്ങളെയും നദികളെയും തടാകങ്ങളെയും ചോലകളെയും പാലയവനങ്ങളെയും സ്ഥാനമാറ്റങ്ങൾ നടത്തി പ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചു. ഇപ്രകാരമുള്ള വിചിത്ര സംഭവങ്ങൾ കണ്ട പരിഭ്രാന്തരായ ദേവന്മാർ ശ്രീ കുമാരദേവ പ്രീതിക്കായി മഹാമേരു പർവ്വതത്തിൽ തപസ്സനുഷ്ഠിച്ചു പോന്ന ദേവേന്ദ്രനോട് സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. മുരുക ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഈ ദേവന്മാർക്ക് വളരെയധികം പരിഭ്രാന്തി ഉണ്ടാവുകയാണ്. ഇത്രയും ഒരു ചെറിയ ശിശുവായിട്ടുള്ള ശ്രീ മുരുക ഭഗവാൻ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വികൃതികളാണല്ലോ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള പരാക്രമങ്ങളാണല്ലോ കാണിക്കുന്നതെന്ന് ഓർത്തിട്ട് ദേവന്മാർ വളരെയധികം പരിഭ്രമിക്കുകയാണ്. അങ്ങനെ ദേവന്മാർ എന്ത് ചെയ്യുകയാണ്, ഇതിനൊരു പരാതി എന്നോളം ദേവേന്ദ്രനോട് സങ്കടം ഉണർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ ബ്രഹ്മസന്നിധിയിലേക്ക് യാത്രയായി. അപ്പോൾ തന്റെ ശക്തി വൈഭവത്താൽ മഹാമേരു പർവ്വതത്തെ ഇളക്കിയ സ്കന്ദദേവൻ തന്റെ ശിഖരങ്ങൾ അടർത്തിയെടുത്ത് നാനാഭാഗങ്ങളിലേക്കും വീശിയെറിഞ്ഞു. ആ അത്ഭുതം ദർശിച്ച ദേവന്മാർ ഭയവിഭ്രാന്തരായി വിറച്ചു നിന്നു. ഈ അത്ഭുത കൃത്യം ആരായിരിക്കാം നിർവഹിക്കുന്നതെന്ന് തെരഞ്ഞു ചെന്ന ദേവന്മാർ കണ്ടത് നിസാരനായ ഒരു ബാലകനെയാണ്. തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ബാലകൻ സാക്ഷാൽ സ്കന്ദദേവനാണെന്ന് അറിയുവാൻ ദേവന്മാർക്കോ ദേവേന്ദ്രനോ സാധിച്ചില്ല. മായ എന്ന ബന്ധനം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, ദേവന്മാരും ആ മായയിൽ നിന്ന് മോചിതരല്ല എന്ന് തെളിയിക്കുകയായിരുന്നു മുരുകദേവൻ. വേഷം മാറി എത്തിയിരിക്കുന്ന അസുരനാണിതെന്ന് ധരിച്ച് ബാലനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി വധിക്കുക തന്നെയെന്ന് ദേവന്മാർ തീരുമാനിച്ചു. ശ്രീ കുമാരദേവ ദർശനത്തിനായി തപസ്സനുഷ്ഠിക്കുന്ന ദേവേന്ദ്രൻ പോലും സ്കന്ദദേവൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദർശനം അരുളിയിട്ടും അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ഭഗവാനുമായി യുദ്ധത്തിനൊരുമ്പെട്ടു. അഗ്നികുണ്ഡത്തെ സമീപിക്കുന്ന ഈയാമ്പാറ്റകളെ പോലെ ദേവന്മാർ ശ്രീ കുമാരദേവനെ വളഞ്ഞു. ഐരാവതരൂഢനായ ദേവേന്ദ്രൻ കുലിശം, ഖഡ്ഗം, ഗദ, വില്ല് മുതലായ ആയുധങ്ങളും ഏന്തി ശ്രീ സ്കന്ദദേവനുമായി യുദ്ധം തുടങ്ങി. അപ്പോൾ സ്കന്ദദേവന്റെ ശക്തിയൊക്കെ കാണുമ്പോഴത്തേക്ക് ദേവന്മാർക്ക് തന്നെ ഭയം ആവുകയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്യുകയാണ്, ഇന്ദ്രദേവനോട് എന്ന് പരാതി പറയുന്ന സമയത്ത് ഇന്ദ്രദേവന്റെ ആ ഒരു അഭിപ്രായ പ്രകാരം ഈ ദേവന്മാര് ഇന്ദ്രദേവനും എല്ലാവരും കൂടി വന്നിട്ട് സ്കന്ദദേവനെ ഇങ്ങനെ ചുറ്റും വളയുകയാണ്. എന്നിട്ട് യുദ്ധം ചെയ്യുകയാണ്. സ്കന്ദദേവനോട് കൂടെ ഈ ആരൊക്കെയാണ് യുദ്ധം ചെയ്യുന്ന, ഈ പറയുന്ന ഇന്ദ്രദേവനും മറ്റുള്ള ദേവന്മാരും ഒക്കെ സ്കന്ദദേവന്റെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഐരാവതാരൂഢനായ ദേവേന്ദ്രൻ കുലിശം, ഖഡ്ഗം, ഗദ, വില്ല് മുതലായ ആയുധങ്ങളും ഏന്തി ശ്രീ സ്കന്ദദേവനുമായി യുദ്ധം തുടങ്ങി. ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരുമായി യുദ്ധം ചെയ്യുന്നതിന് അവതരിച്ച ശ്രീ കുമാരദേവന് ദേവന്മാരുമായി തന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നു. എല്ലാം ഭഗവാന്റെ ലീലകളെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്?
കുമാരദേവന് നേരെ ദേവേന്ദ്രൻ പ്രയോഗിച്ച അസ്ത്രങ്ങളെല്ലാം ദേവപാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പുഷ്പങ്ങളെ പോലെ ഭവിച്ചു. അത് കണ്ട് കോപാകുലനായ ദേവരാജാവ് തന്റെ വജ്രായുധം ബാലകന് നേരെ പ്രയോഗിച്ചു. വൈരത്തെ പോലെ ദൃഢഗാത്രനായ ശ്രീ സ്കന്ദദേവനിൽ തട്ടി ആ വജ്രായുധം പൊടിഞ്ഞ് മണ്ണിലമർന്നു. അപ്പോ ദേവേന്ദ്രൻ പല വിധത്തിലുള്ള ആയുധങ്ങളും സ്കന്ദദേവന്റെ പേർക്ക് പ്രയോഗിക്കുകയാണ്. പക്ഷേ സ്കന്ദദേവൻ ഇതെല്ലാം നിഷ്പ്രയാസം തന്നെ പൊടിച്ച് ഭസ്മമാക്കുകയാണ്. അതുപോലെ എന്ത് ചെയ്യുകയാണ്, ദേവേന്ദ്രൻ തന്റെ ഏറ്റവും വലിയ ആയുധമാണ് വജ്രായുധം എന്ന് പറയുന്നത്. ആ വജ്രായുധം തന്നെ സ്കന്ദദേവന് നേർക്ക് പ്രയോഗിക്കുകയാണ്. പക്ഷേ സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്, മുരുകദേവൻ അതും പൊടിച്ച് ഭസ്മമാക്കുകയാണ്. ഇന്ദ്രവാഹനമായ ഐരാവതം ദിക്കെട്ടും പെട്ടുമാറ് ചിഹ്നം വിളിച്ചുകൊണ്ട് കുമാരദേവന് നേരെ പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം ആയുധധാരിയായ അറുമുഖൻ വില്ലുകുലച്ചു. അമ്പ് തൊടുത്ത് ഐരാവതത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. കൂരമ്പ് മസ്തകത്തിൽ തറച്ച ഐരാവതം പിടഞ്ഞുകൊണ്ട് വട്ടം കറങ്ങി നിലംപതിച്ചു മരണപ്പെട്ടു. അപ്പം ഐരാവതവും എന്ത് ചെയ്യുകയാണ്, ആ ഒരു പ്രഹരത്താല്, സ്കന്ദദേവന്റെ ആ ഒരു പ്രഹരത്താൽ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് ഐരാവതവും നിലംപതിക്കുകയാണ്. തന്റെ വാഹനമായ ഐരാവതം മരണപ്പെട്ടതു കണ്ട ദേവേന്ദ്രൻ കോപക്രാന്തനായി തന്റെ ധനുസ് കുലയ്ക്കുവാൻ ഒരുമ്പെട്ടു. അങ്ങനെ തന്റെ ഐരാവതം ഇങ്ങനെ വീണത് കണ്ട ദേവേന്ദ്രൻ എന്ത് ചെയ്യുന്നു, കോപക്രാന്തനായിട്ട് തന്റെ ധനുസ് എടുത്തിട്ട് ആ ധനുസ് കുലയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെടുകയാണ്. ആ തക്കം നോക്കി സ്കന്ദദേവൻ ദേവേന്ദ്രന്റെ ഭുജത്തെ ലക്ഷ്യമാക്കി അസ്ത്രം പ്രയോഗിച്ചു. സ്കന്ദാസ്ത്രമേറ്റ് ദേവേന്ദ്രന് ശക്തി നഷ്ടപ്പെട്ടു. എങ്കിലും മറ്റൊരു ആയുധം കുമാരദേവന് നേരെ ഇന്ദ്രൻ പ്രയോഗിച്ചു. അതും നിഷ്പ്രയോജനമായി തീർന്നത് കണ്ട് ഇന്ദ്രൻ തളർന്നു വീണു. അടുത്തതായിട്ട് യുദ്ധകളത്തിലെത്തിയ വരുണദേവന് നേരെ ശക്തിയേറിയ 4 അമ്പുകൾ പ്രയോഗിച്ച കുമാരദേവൻ വരുണനെ തോൽപ്പിച്ച് തറപറ്റിച്ചു. ശൂലവും ഗദയും ഏന്തി തന്നെ നേരിടുന്നതിനെത്തിയ യമധർമ്മരാജനെ ലക്ഷ്യമാക്കി കുമാരദേവൻ 5 ബാണങ്ങൾ ഒപ്പം തൊടുത്തുവിട്ടു. സ്കന്ദാസ്ത്രങ്ങളേറ്റ യമധർമ്മൻ യുദ്ധക്കളത്തിൽ മൃതിയടഞ്ഞു. കാലാഗ്നി രുദ്രനെ പോലെ ആറുമുഖദേവൻ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു. അപ്പം കാലാഗ്നി രുദ്രനെ പോലെ ആറുമുഖദേവൻ എന്ത് ചെയ്യുകയാണ്, ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധം ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിലെല്ലാം ജയിക്കുന്നത് ആരാണ്, ആ സ്കന്ദ ഭഗവാൻ, ആ മുരുക ഭഗവാനാണ് ജയിക്കുന്നത് അല്ലെ. ദേവന്മാരെല്ലാം തോറ്റു പോവുകയാണ്. ബാലകന്റെ അത്ഭുതകരമായ ശക്തിയും യുദ്ധപാടവവും കണ്ട് ഭയവിഹ്വലരായ ദേവന്മാർ രക്ഷാർദ്രം ഓടിയൊളിച്ചു. സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് വാനത്തിൽ നിന്നിരുന്ന നാരദ മഹർഷി പരിഭ്രാന്തനായി വ്യാഴമണ്ഡലത്തിൽ ചെന്ന് വ്യാഴ ഭഗവാനെ വിവരം ധരിപ്പിച്ചു. സംഭവം അറിഞ്ഞ ദേവഗുരു പരിഭ്രമത്തോടെ മഹാമേരു പർവ്വതത്തിലേക്ക് ഗമിച്ചു. മഹാമേരു ശൃംഗത്തിൽ മരണപ്പെട്ട് കിടന്നിരുന്ന ദേവാദിദേവന്മാരെ കണ്ട് വ്യാഴ ഭഗവാൻ വിഷാദഭാരത്താൽ വിവശനായി. ആരുടെ വിക്രിയകളാണ് ഇതൊക്കെ എന്ന് ആരാഞ്ഞ ദേവഗുരുവിന് സ്കന്ദ ഭഗവാന്റെ കോമള രൂപം മനസ്സിൽ തെളിഞ്ഞു. ഈ ദുരന്ത നാടകത്തിന് കാരണക്കാരൻ സർവശക്തനായ സ്കന്ദദേവനാണെന്നറിഞ്ഞ ദേവഗുരു ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ച് സങ്കടം അരുളി ചെയ്തു. അപ്പൊ ദേവഗുരു അവിടേക്ക് വരികയാണ്. ദേവഗുരു വരുമ്പോഴത്തേക്ക് കാണുന്ന എന്താണ്, ദേവന്മാരെല്ലാം ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഐരാവതം ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അവസാനം ദേവഗുരു വളരെയധികം പരിഭ്രാന്തനായിട്ട് എന്ത് ചെയ്യുകയാണ്, ആ മുരുക ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ദേവഗുരു അഭയം പ്രാപിക്കുകയാണ്. എന്നിട്ട് ആ മുരുക ഭഗവാനോട് ഈ ദേവഗുരു സങ്കടം ഉണർത്തിച്ച് പറയുകയാണ്, സ്കന്ദദേവ, ശൂരപത്മാസുരൻ, താരകാസുരൻ, സിംഹമുഖാസുരൻ മുതലായവരുടെ ആക്രമണങ്ങളാൽ ഇന്ദ്രാദി ദേവന്മാർ അത്യധികം ക്ലേശിക്കുകയാണ്. ദേവലോകം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ ഈ മഹാമേരു പർവ്വതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ കൃപ കൊണ്ട് അസുരന്മാരെ നിഗ്രഹിക്കാമെന്ന ധൈര്യത്താലാണ് ഇന്ദ്രൻ ദീർഘകാലം തപസ്സനുഷ്ഠിച്ചിരുന്നത്. ശരവണ പൊയ്കയിൽ അങ്ങയുടെ അവതാരമഹിമ ദർശിച്ചതോടെ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഇന്ദ്രൻ. അവിടുത്തെ ചേവടികളെ സേവിക്കുന്ന ഇന്ദ്രൻ ലീലാവിനോദങ്ങൾ അറിയാതെ അപരാധം ചെയ്തു പോയതാണ്. അവിടുത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ യുദ്ധം ചെയ്ത ഇന്ദ്രാദി ദേവന്മാർ മരണപ്പെട്ടിരിക്കുകയാണ്. തെറ്റു ചെയ്യുന്ന പുത്രന്മാരെ മാതാപിതാക്കന്മാർ ശിക്ഷിക്കുന്നത് ഉചിതമെങ്കിലും വധിക്കുന്നത് ധർമ്മമല്ല ദേവ. കുമാരദേവ, കനിഞ്ഞരുളി ഇന്ദ്രാദി ദേവന്മാരെ കാത്തരുളിയാലും തെറ്റുകൾ ചെയ്ത ദേവന്മാരോട് പൊറുത്തരുളിയാലും. ദേവഗുരുവിന്റെ പ്രാർത്ഥന കേട്ട സ്കന്ദദേവൻ സംപ്രീതനായി പുഞ്ചിരി തൂകി. ഇന്ദ്രാദി ദേവന്മാർ അവരവരുടെ വാഹനങ്ങളോടും ആയുധാദികളോടും കൂടി പുനർജീവിക്കുമാറാകട്ടെ എന്ന് സ്കന്ദദേവൻ അരുളി ചെയ്തു.
അപ്പം ഈ ദേവഗുരു അപേക്ഷിക്കുകയാണ്, ആ ദേവന്മാർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെ അങ്ങയോട് യുദ്ധം ചെയ്തത്. അങ്ങയുടെ ശക്തി പ്രഹർഷത്തെ കുറിച്ച് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവർ അങ്ങയോട് ഇങ്ങനെ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് അങ്ങ് അവർക്ക് ക്ഷമിച്ച് മാപ്പ് നൽകണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ ദേവന്മാരില്ലെങ്കിൽ ദേവന്മാരുടെ അഭാവത്തിൽ ഈ സ്വർഗം തന്നെ നശിച്ചു പോകും, ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും. അവർക്ക് ഓരോരോ ശക്തി പ്രഭാവങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം തിരിച്ചു നേടേണ്ടതാണ്. അതുകൊണ്ട് ദേവന്മാരെ അങ്ങ് പുനർജീവിപ്പിക്കാൻ പറയുകയാണ്. അങ്ങനെ സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? അവരെല്ലാം പുനർജീവിപ്പിക്കുകയാണ്. അവരോട് ക്ഷമിച്ചിട്ട് അവരെല്ലാം, ദേവന്മാരെയും അവരുടെ സേനകളെയും ഐരാവതത്തെയും എല്ലാം തന്നെ സ്കന്ദ ഭഗവാൻ പുനർജീവിപ്പിക്കുകയാണ്. പുനർജന്മം സിദ്ധിച്ച ദേവന്മാർ ബോധവാന്മാരായി. സ്കന്ദദേവ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ആപത് ബാന്ധവനായ ശ്രീ കുമാരദേവനെ അവർ മനമുരുകി പ്രാർത്ഥിച്ചു. സ്കന്ദദേവ രക്ഷിച്ചരുളിയാലും ഉമാമഹേശ്വര പുത്ര കനിഞ്ഞരുളിയാലും ഒരാറു മുഖവും ഈരാറ് കരങ്ങളുമുള്ള ഷൺമുഖദേവ രക്ഷിച്ചരുളിയാലും ശംഭുനന്ദന, ഗാംഗേയ, കാർത്തികേയ, കുമാര, ജ്യോതിസേ, പരമ്പൊരുളെ, പരാത്പരനെ, ശരവണനെ, ഗുരുമൂർത്തെ രക്ഷിച്ചരുളിയാലും എന്നിങ്ങനെ പോയി അവരുടെ പ്രാർത്ഥന. തങ്ങളുടെ തെറ്റുകൾക്ക് അവർ സർവാത്മന മാപ്പിരന്നു. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പിരുന്നു. പശ്ചാത്തപിക്കുന്ന ദേവന്മാരോട് സ്കന്ദദേവന് ദയ തോന്നി. അവരുടെ തെറ്റുകൾ പുറത്ത് കരുണാർദ്ര ചിത്തനായി സ്കന്ദദേവൻ ദേവന്മാരെ അനുഗ്രഹിച്ചു. അപ്പം ആ സമയത്ത് ദേവന്മാർക്കെല്ലാം ഇങ്ങനെ ബോധം വീഴുകയാണ്. അങ്ങനെ ദേവന്മാർ വന്നിട്ട് സ്കന്ദ ഭഗവാന്റെ കാൽപാദങ്ങളിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ചെയ്ത തെറ്റായിപ്പോയി, ഞങ്ങളോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ ദേവന്മാര് സ്കന്ദദേവനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അവരോട് ദയ തോന്നിയ സ്കന്ദദേവൻ എന്ത് ചെയ്യുകയാണ്? അവരുടെ തെറ്റുകൾ പുറത്ത് കരുണാദ്ര ചിത്രനായ സ്കന്ദദേവൻ ദേവന്മാരെയെല്ലാം അനുഗ്രഹിക്കുകയാണ്. കേവലം ബാലകനെന്ന് കരുതി യുദ്ധത്തിനൊരുമ്പെട്ട ദേവന്മാരെ തന്റെ ശക്തിയും ധൈര്യവും കാണിച്ചു കൊടുക്കുന്നതിനുള്ള അവസരം അടുത്തിരിക്കുന്നുവെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. മുരുകദേവന്റെ വചനങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്നതിന് ദേവന്മാർക്ക് കഴിഞ്ഞില്ല. പല കോടി അസുരന്മാരെ നിഗ്രഹിക്കുവാനുള്ള ശക്തിയും ധൈര്യവുമുള്ള ഭഗവാനെ അവരിൽ പലരും അവിശ്വസിച്ചു. അത് മനസ്സിലാക്കിയ ശ്രീ സ്കന്ദദേവൻ ദേവാദ്രി ദേവന്മാരുടെ മുന്നിൽ മഹാത്ഭുതം സൃഷ്ടിച്ചു. അപ്പോ അതായത് മഹാദേവ പുത്രനാണ് ശ്രീ സ്കന്ദകുമാരൻ എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കാതെ, അപ്പൊ അത്രത്തോളം ശക്തി പ്രവാഹം ആ സ്കന്ദ ഭഗവാൻ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാതെയാണ് ദേവന്മാർ എന്ത് ചെയ്തത്? സ്കന്ദ ഭഗവാനോട് യുദ്ധത്തിൽ ഏർപ്പെട്ട. അപ്പോൾ ആ ദേവന്മാർക്ക് തന്റെ ശക്തി എന്താണെന്നുള്ളതും ശക്തി വൈഭവം എന്താണെന്നുള്ളതും കാണിച്ചു കൊടുക്കണമായിരുന്നു മുരുകദേവന്. അതുകൊണ്ടാണ് ആ മുരുകദേവൻ ഇങ്ങനെ ഒരു ലീല ആടിയത്. ശ്രീ മുരുകദേവൻ വിശ്വരൂപം പ്രാപിച്ചു. വിശ്വം മുഴുവനും നിറഞ്ഞു നിന്ന ശ്രീ സ്കന്ദദേവൻ 16 ലോകങ്ങളും 8 മലകളും 7 സമുദ്രങ്ങളും ചക്രവാളഗിരിയും സകല അണ്ടങ്ങളും ബ്രഹ്മദേവൻ, വിഷ്ണുദേവൻ, ശ്രീ പരമേശ്വരൻ മുതലായ ത്രിമൂർത്തികളും അടങ്ങിയ വിശ്വരൂപം പ്രദർശിപ്പിച്ചു. സ്കന്ദദേവൻ വിശ്വരൂപ ദർശനം അരുളിയപ്പോൾ പാതാള ലോകങ്ങൾ 7 ഈശ്വര ചേവടികൾക്കിടയിൽ അമർന്നു. സപ്തദ്വീപുകൾ ദേവന്റെ കണങ്കാലിൽ കാണപ്പെട്ടു. 7 സാഗരങ്ങളോ സ്കന്ദദേവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ കാണപ്പെട്ടു. ദിക്കുകൾ ഭുജങ്ങളിൽ കാഴ്ച തന്നു. ആകാശം നാഭിയിൽ, സ്വർഗലോകം ചെന്നിയിൽ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഇവ നയനങ്ങളിൽ, മേഘങ്ങൾ കൂന്തലിൽ. ഈ വിധം ഭഗവാൻ വിളങ്ങി. പരമ്പൊരുളായി വിളങ്ങുന്ന ശ്രീ പരമേശ്വരൻ ആത്മാവിങ്കലും ശിവശക്തിയായി വിളങ്ങുന്ന ഗൗരീദേവി ബുദ്ധിയിലും വിഷ്ണു ഇടതുഭാഗത്തും ബ്രഹ്മദേവൻ വലതുഭാഗത്തും കാണപ്പെട്ടു. സരസ്വതി ദേവി വേദസുഗന്ധമുള്ള വാക്കിലും ലക്ഷ്മി ദേവി ദേവന്റെ മാറിടത്തിലും ദർശനമരുളി. പ്രാണൻ മുതലായ 10 വായുക്കൾ ശ്വാസകോശങ്ങളിലും, കാലാഗ്നി രുദ്രൻ ദേവക്ഷോഭ നിലയിലും, അഗ്നിദേവൻ ജഡരാഗ്നിയിലും കാണപ്പെട്ടു. എണ്ണിയാലൊടുങ്ങാത്ത മഹാസർപ്പങ്ങൾ കങ്കണം, ചിലമ്പ് മുതലായ ആഭരണങ്ങളായും ദിവ്യ ഔഷധ ചെടികളെല്ലാം സ്കന്ദദേവന്റെ രോമങ്ങളായും കാണപ്പെട്ടു. ആ രോമകൂപങ്ങളിൽ പരമാണുക്കളെ പോലെ അഖിലാണ്ട കോടികളിൽ വിലയിച്ചിരുന്നു. ശ്രീ സ്കന്ദദേവ ദിവ്യ ദർശനം പൂർണ്ണമായി നോക്കി നിൽക്കുന്നതിനുള്ള ശക്തിയില്ലാതെ ദേവന്മാരുടെ കാഴ്ച മങ്ങി. വിഷ്ണു, ബ്രഹ്മൻ മുതലായ ദേവശ്രേഷ്ഠന്മാർക്ക് സ്കന്ദദേവന്റെ സീമയില്ലാത്ത തേജോമണ്ഡലത്തിൽ 1000-1 ഭാഗം ദർശിക്കുന്നതിനുള്ള ഭാഗ്യം മാത്രമേ സിദ്ധിച്ചുള്ളൂ. ദേവന്മാർ പൂർണ്ണ സ്വരൂപ ദർശനം സിദ്ധിക്കുന്നതിന് ഭാഗ്യം അരുളി ചെയ്യണമെന്ന് ദേവനോട് പ്രാർത്ഥിച്ചു. കരുണാമയനായ ശ്രീ സ്കന്ദദേവൻ ദേവന്മാർക്ക് ദിവ്യ ചക്ഷുസുകൾ നൽകി. അനന്തകോടി ആദിത്യന്മാർ ഒന്നു ചേർന്ന് ദിവ്യപ്രഭ ചൊരിയുന്നത് പോലെയുള്ള
സ്കന്ദദേവന്റെ വിശ്വരൂപം പാദാദികേശം ദർശിച്ച ദേവന്മാർ ഭക്തി ലഹരിയിൽ പരമാനന്ദ നിർവൃത്തി അനുഭവിച്ചു. അപ്പൊ ഇവിടെ അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ സ്കന്ദ ഭഗവാനും ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. അപ്പം പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനാണ് സ്കന്ദദേവനെങ്കിലും ശ്രീകൃഷ്ണ അംശമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തിയും സ്കന്ദ ഭഗവാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്കന്ദ ഭഗവാന് ഇതുപോലെയുള്ള 14 ലോകങ്ങളും സകല ദേവീ ദേവന്മാരെയും എല്ലാരെയും തന്റെ ആ വിശ്വരൂപത്തില് കാണിച്ചു കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കന്ദ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപ ദർശനം കണ്ടിട്ട് ദേവന്മാര് എല്ലാവരും തന്നെ വളരെയധികം അത്ഭുതഭരിതരാവുകയാണ്, ഭഗവാനെ പ്രണമിക്കുകയാണ്. ആ അലൗകികാനന്ദ ഭൂതിയിൽ നിന്നുണർന്നപ്പോൾ ദേവേന്ദ്രൻ ഇപ്രകാരം ഉണർത്തിച്ചു: ദേവദേവ, സകല ലോകങ്ങളും ആ ലോകങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദേവന്മാരും ചരാചരങ്ങളും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അവിടുത്തെ തിരുമേനിയിൽ സ്ഥിതി ചെയ്യുന്നതായി ദർശിച്ചു. പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ ശരീരമാണെന്നുള്ള സത്യം വിശ്വരൂപ ദർശനത്തിൽ കൂടി അടിയങ്ങൾ അറിഞ്ഞു. അവിടുത്തെ അനുഗ്രഹത്താൽ വിശ്വരൂപ ദർശന സിദ്ധി ലഭിച്ച അടിയങ്ങൾ പരമഭാഗ്യവാന്മാരാണ്. അടിയനും മറ്റുള്ള ദേവന്മാരും ഇനി അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിച്ചു കഴിഞ്ഞുകൊള്ളാം. തന്നെ സ്തുതിക്കുന്നവർക്ക് ഇഹപര സുഖമരുളുന്ന ലോകനാഥനാണ് സ്കന്ദദേവൻ. തന്റെ മുമ്പിൽ അഹങ്കാരം വെടിഞ്ഞ് കൂപ്പുകൈകളുമായി നിൽക്കുന്ന ദേവേന്ദ്രനെ സസ്മിതം കടാക്ഷിച്ചുകൊണ്ട് ശ്രീ മുരുകൻ അരുളി ചെയ്തു. അപ്പൊ ഇവിടെ ദേവന്മാര് ആ സ്കന്ദ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണുകൊണ്ട് മാപ്പപേക്ഷിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇഹ പര സുഖങ്ങൾ അരുളുന്ന ലോകനാഥനാണ് സ്കന്ദദേവൻ. തന്റെ മുമ്പിൽ അഹങ്കാരം വെടിഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ആ ദേവേന്ദ്രനെ എന്ത് ചെയ്യുകയാണ്? സ്കന്ദ ഭഗവാൻ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ത്രിലോകവാസികളും അനുഭവിച്ചു പോരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ സേനകളാകുമെങ്കിൽ നാം ദേവസേനാ നായകനായി അസുര നിഗ്രഹം നടത്തുന്നതാണ്. അപ്പോൾ സ്കന്ദ ഭഗവാൻ പറയുകയാണ്, ഇപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ത്രിലോകവാസികളും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ത്രിലോകവാസികളെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തന്നെ ദേവസേനകളാകുക. അപ്പോൾ ആ സേനയുടെ സേനാധിപനായിട്ട്, സേനാനായകനായിട്ട്, ദേവസേനാ നായകനായിട്ട് ഞാൻ മാറുന്നതാണ് എന്ന് സ്കന്ദ ഭഗവാൻ പറയുകയാണ്. അങ്ങനെ മാറിക്കൊണ്ട് അസുരന്മാരെ, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ നിഗ്രഹം നാം നടത്തുന്നതാണ് എന്ന് ഇവിടെ സ്കന്ദ ഭഗവാൻ, മുരുക ഭഗവാൻ പറയുകയാണ്. ദേവപ്രപഞ്ചത്തിലെ മലകളും സമുദ്രങ്ങളും ലോകങ്ങളും ജീവരാശികളും അവിടുത്തെ മായാവിനോദങ്ങളാൽ സ്ഥാനം മാറി നിൽക്കുകയാണ്. അവ പൂർവ്വനിലയെ പ്രാപിക്കുന്നതിന് അനുഗ്രഹിച്ചരുളിയാലും സ്ഥാനം മാറ്റപ്പെട്ടവയെല്ലാം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കട്ടെ എന്ന് സ്കന്ദദേവൻ അരുളി ചെയ്തു. മുരുകദേവന്റെ അരുൾവാക്ക് അക്ഷണം തന്നെ പ്രായോഗികമായി. മലകളും സമുദ്രങ്ങളും ചരാചരങ്ങളും പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. ദേവന്മാർ സന്തുഷ്ട ചിത്തരായി. ത്രിമൂർത്തികൾക്കും ആരാധ്യനായ സ്കന്ദദേവ പാതാരവിന്ദങ്ങളെ പൂജിച്ചു സംതൃപ്തരാകുന്നതിന് ഭഗവാൻ ഒരാസ്ഥാനം കൽപ്പിച്ചു സ്വീകരിക്കണമെന്ന് അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. കരുണാമയനായ സ്കന്ദദേവൻ ഇന്ദ്രാദി ദേവന്മാരുടെ അപേക്ഷയ്ക്ക് സമ്മതമരുളി. തുടർന്ന് അദ്ദേഹം കൈലാസാദ്രി സദൃശമായ ഒരു പുണ്യമലയെ പ്രാപിച്ചു. ആ പുണ്യമലയിൽ നക്ഷത്രമണികളാൽ അലങ്കരിക്കപ്പെട്ട സുവർണ ക്ഷേത്രമെന്ന് ദേവശില്പി നിർമ്മിച്ചു. സുഗന്ധ പുഷ്പ ചന്ദനാദികളാലും ദീപധൂപ നൈവേദ്യങ്ങളാലും ആരാധിച്ച് ദേവകൾ ശ്രീ സ്കന്ദദേവനെ പ്രതിഷ്ഠിച്ചത്. സുര ഗംഗാജലത്താൽ ദേവപാദങ്ങൾ അഭിഷേകം ചെയ്ത് നിർമ്മല പുഷ്പങ്ങൾ അർപ്പിച്ച് ഭഗവാനെ തങ്ങളുടെ സേനാ നായകനാക്കി ഭവിക്കുമാറ് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് മംഗളവാദ്യങ്ങളും വേദമന്ത്രധ്വനികളും മുഴക്കി. ആ പുണ്യവേളയിൽ ദേവസേനാ നായകനായി ശ്രീ സ്കന്ദദേവന് അഭിഷേകം നടത്തി ദേവാദ്രി ദേവന്മാർ ആത്മസംതൃപ്തി നേടി. ദേവസേനാപതിയായി പദവി വഹിച്ച് ദേവപൂജ സ്വീകരിച്ച സ്കന്ദദേവൻ കൈലാസാദ്രിയിലേക്ക് മടങ്ങിപ്പോയി. സംതൃപ്തരായ ദേവാദി ഇന്ദ്രാദി ദേവന്മാർ സ്വസ്ഥാനങ്ങളിലേക്ക് യാത്രയായി. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് സ്കന്ദ ഭഗവാന് ഒരു ക്ഷേത്രം പണിയുകയാണ്. അവിടെ സുഗന്ധ പുഷ്പ ചന്ദനാദികളാലും ദീപധൂപ നൈവേദ്യങ്ങളാലും ആരാധിച്ച ദേവകൾ ശ്രീ സ്കന്ദദേവനെ പ്രതിഷ്ഠിച്ച് സുരഗംഗാജലത്താൽ ദേവപാദങ്ങൾ അഭിഷേകം ചെയ്ത് നിർമ്മല പുഷ്പങ്ങൾ അർപ്പിച്ച് ഭഗവാനെ തങ്ങളുടെ സേനാനായകനാക്കിയിട്ട്, ആ ദേവന്മാരുടെ സേനാനായകനാക്കിയിട്ട് മുരുക ഭഗവാനെ മാറ്റുകയാണ്. അതിനുശേഷം ആ ഒരു പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുരുക ഭഗവാനും ശിവസന്നിധിയിലേക്ക്, കൈലാസത്തിലേക്ക് പോവുകയാണ്. അതുപോലെ ദേവന്മാരും ആ ദേവലോകങ്ങളിലേക്ക് പോവുകയാണ്.
ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുക വാഹനങ്ങൾ എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ഹര ഹരോ ഹര ഹര. അപ്പൊ ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതുകൊണ്ട് പരസ്പരം ദൈവങ്ങളായാലും ശരി ഭഗവാനായാലും ശരി എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അവർക്കുള്ളതെല്ലാം നമുക്കുള്ളതാണ്, നമുക്കുള്ളതെല്ലാം അവർക്കും ഉള്ളതാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് പോവാന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ ലോകത്ത് ഇപ്പൊ കലികാലത്തിൽ നമുക്ക് കലി ബാധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കലിയെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനമാണ് കൂടുതലായിട്ടും കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഭഗവാനെയും ദേവിമാരെയും ഭഗവാനെയൊക്കെ ഭജിക്കുന്നതിനോടൊപ്പം നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ സമാധാനത്തുല്യരായിട്ടുള്ള ഭഗവാന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. അവിടെ സമാധാനം, കുടുംബത്തിലെ സമാധാനം, ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രാർത്ഥിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് സമാധാനത്തിന്റെ ആളാണ്. എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാൻ അതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ, എത്ര വലിയ പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ ആ പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അത് സമാധാനമായിട്ട് പോകുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് പ്രാർത്ഥിക്കുന്നതിൽ. ഓരോ ദൈവങ്ങളെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് സമാധാനപരമായിട്ടുള്ള ഭഗവാനെയും കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ സമാധാനവും സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ കലികാലത്തിൽ എല്ലാവരും കലി ബാധിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള കൂടുതലും എന്താ പറയുക, ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും പുതിയ തലമുറയിലുള്ളവർ വളരെയധികം അവരുടെ നമ്മുടെ കൾച്ചറെ അല്ല, അവർ പല രീതിയിലുള്ള ഇതിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് പറഞ്ഞു കൊടുത്തവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, അവരത് മനസ്സിലാക്കില്ല, അവർ അവരുടേതായ രീതിയിൽ ജീവിക്കും. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ ഓരോ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോൾ നമ്മൾ അതിന് റീപ്ലൈ കൊടുക്കും. അപ്പൊ ചേച്ചി സുഖമാണോ, ചേച്ചിയുടെ വീട് എവിടെയാന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരാറുണ്ട് എനിക്ക്. അപ്പൊ ഞാനതിന് റീപ്ലൈ കൊടുക്കുമ്പോൾ ഇവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന വാട്സപ്പ് നമ്പർ തരുമോന്നാണ്. അപ്പൊ ഞാൻ പറയാം എനിക്ക് വാട്സപ്പ് ഇല്ല എന്ന് പറയും. ഞാൻ മുമ്പ് എനിക്ക് അബദ്ധം പറ്റി ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് വീഡിയോ കോൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ഇപ്പൊ പറയും വീഡിയോ കോൾ ചെയ്യും. എന്നോടൊരു പയ്യൻ ചോദിച്ചാണ്, ചേച്ചി വീഡിയോ കോൾ ചെയ്തെന്ന് കാണിച്ചു തരുമോന്ന്. ഞാനപ്പോ ഞെട്ടിക്കൊണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇത്രയാണോ നമ്മുടെ സംസ്കാരം, ഇതൊക്കെയാണോ, ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇയാളെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് അത് ബ്ലോക്ക് ചെയ്യാണ്. ഞാനൊരു കാര്യം ചോട്ടെ, ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വിളിച്ച് ചാറ്റ് ചെയ്ത് വീഡിയോ കോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് അതിൽ കിട്ടുന്നത്? എന്ത് സംതൃപ്തിയാണ്, അല്ലെങ്കിൽ എന്ത് ഇതാണ് കിട്ടുന്നത്? ഒരാൾ ആ ഫോണിൽ കൂടെ ചിലർക്ക് വിളിച്ചിട്ട് പിന്നെ ഫോണിൽ കൂടെ കണ്ടാൽ മതിയൊന്ന്, ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്യും. എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണ്? കാരണം ഇപ്പം ഓരോ പത്രങ്ങളിലും ഓരോ ഇതിലെ വാർത്തകളിലും നിങ്ങൾ കേൾക്കുന്നില്ലേ, ഓരോ പെൺകുട്ടികൾ തന്നെ ഇതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഇവന്മാരത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വീണ്ടും 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 നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ വീണ്ടും വീണ്ടും ഈ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി ആരായാലും ശരി നല്ലവർ എന്തിനാണ് ഇതിന് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നത്? മനസ്സിലായി. അതുപോലെ തന്നെ ആൺകുട്ടികളെയും ചതിക്കാറുണ്ട് പലതരത്തിലുള്ള ഹണി ട്രാപ്പുകൾ. ഇപ്പം മറ്റേ രേഷ്മയുടെ ഒക്കെ കാര്യം തന്നെ അറിയാലോ, മറ്റേ കഷായമൊക്കെ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ പല പല സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോരോ കാര്യങ്ങൾ അല്ലേ. ഓരോ കൊലപാതകങ്ങളായാലും ഓരോ പ്രശ്നങ്ങളായാലും പീഡനങ്ങളായാലും അതായാലും ഇതായാലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടും വീണ്ടും 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 എന്തിനാണ് വീണ്ടും തലവെച്ച് കൊടുക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരനുഭവമായി, രണ്ടനുഭവമായി, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ഇതെല്ലാം കണ്ടിട്ടും വീണ്ടും വീണ്ടും ആ അബദ്ധത്തിൽ പോയി ചാടുന്നു എന്ന് പറയുന്നത് അവരവരുടെ തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക.
നെഗറ്റീവ് സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും മാറ്റിവെക്കുക, പോസിറ്റീവിലേക്ക് വരിക എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഒരാളെ ഇഷ്ടപ്പെടുന്നോണ്ടോ സ്നേഹിക്കുന്നോണ്ടോ തെറ്റില്ല, പക്ഷെ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മളത് ബുദ്ധിപരമായിട്ട് വേണം പോവേണ്ടത്. എന്തെങ്കിലും അങ്ങനെ ഒരു ലവ് അഫെയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളായിരിക്കണം, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, മനസ്സിലായോ? എന്നിട്ട് അത് അറിഞ്ഞ് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഒരു ഇതിനും പോവാ. കാരണം ഈ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ്, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് കലികാലം. ഈ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുതിയ തലമുറയിലോട്ടുള്ളവരായാലും കുറെ പേരെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരട്ടെ, കുറെ പേരെങ്കിലും ഭക്തിയിലേക്ക്, ഏത് ഭക്തി ആയാലും ശരി, ഏത് രീതിയിൽ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലും പൂജിക്കുന്നതിലും ഏതെങ്കിലും ഒരു ഭക്തിയിലേക്ക് നിങ്ങൾ വരാന്ന്, ഏത് ഭഗവാനായാലും ശരി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്തിയിലേക്ക് വരാന്ന് അവരോട് താണുകയാണ് പറയുന്ന കാര്യം. അതുകൊണ്ടാണ്, മനസ്സിലായോ? കാരണം അത്രയ്ക്കുള്ള പ്രശ്നങ്ങൾ, അത്രയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത്. അതുപോലെ സ്ത്രീകളും കുട്ടികളും ഒന്നും ഈ പറയുന്ന കാലഘട്ടത്തിൽ ആരും സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരും സുരക്ഷിതരല്ല. കാരണം നമ്മൾ ഓരോ ദിവസവും ന്യൂസ് ചാനൽ വെച്ച് നോക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ TV തുറന്ന് നോക്കുമ്പോൾ മൊത്തം നമ്മൾ ഈ കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടായാലും ദേവിയോടായാലും ഭഗവാനോടായാലും ആരോടായാലും ശരി, എല്ലാവരോടായാലും ശരി, നമ്മൾ പ്രാർത്ഥിക്കുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ആ ഈശോയോടും അതിനോടൊപ്പം പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ആ ഒരു നല്ല എന്താ പറയാ നന്മയുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ട്, അവരുടെ ദേഷ്യം, കോപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഒക്കെ, അതിന് വേണ്ടിയിട്ട്, ആ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ മതത്തിലുള്ളവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഭഗവാനോട്, മനസ്സിലായോ? അവരവർ വിശ്വസിക്കുന്നതിനോട് പ്രാർത്ഥിക്കുക. അത് നമുക്കായാലും പ്രാർത്ഥിക്കുന്നതിന് പ്രശ്നമില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബൈബിളിൽ ആയാലും പുതിയ നിയമത്തിൽ ആദ്യം ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ആ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെടുത്ത് വെച്ച് നോക്കുക. അതിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ളതെല്ലാം എനിക്കാണ്, എൻ്റെ നാമത്തിൽ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നിങ്ങളുടെ നാമത്തിൽ നിങ്ങളുടെ മക്കളെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് ഈശോ ഇവിടെ പറയുന്നുണ്ട്. കാരണം ദൈവമാണ് ആ പിതാവെന്ന് പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ, ആ ദൈവം എന്ന് പറയുന്നത് ദൈവപുത്രനുമാണ്. അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ? പക്ഷെ മനുഷ്യർ ഇടയിലേക്ക് വരുമ്പോഴാണ് ഇവർ തമ്മിൽ വേർതിരിവുണ്ടാവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അടിയും ലഹളയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ 100 പ്രാവശ്യമെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലായോ? നമ്മളോട് ഇപ്പൊ നിങ്ങളോട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ചെയ്താൽ പോലും നിങ്ങൾ അത് ചിന്തിക്കേണ്ടതുണ്ട്. അവരെ കുറിച്ച് മനസ്സിലാക്കാതെ ആരും ഒന്നിലും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ആ സ്നേഹം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഭർത്താവ് ഭാര്യ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഒരിക്കലും വേറൊരാളെ ഇഷ്ടപ്പെടില്ല, അല്ലെ? അപ്പൊ ആ ഭാര്യയെ സ്നേഹിക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവിനെ അത്രയും നല്ലോണം സ്നേഹിച്ച് കെയർ ചെയ്യുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും വേറൊരു തെറ്റിലേക്ക് പോവില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു എന്താ പറയാ, കുടുംബത്തിലാണെങ്കിൽ കൂടി ആ ഒരു ഒരുമ കൊണ്ടുവരാന്നുള്ള, ഒത്തൊരുമയും ആ ഒരു സ്നേഹവും സമാധാനവും കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുള്ളൂ. പിന്നെ നമുക്ക് കുറെ പേര് ഉപദേശിച്ച് നന്നാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? കാരണം നമ്മൾ വളരെയധികം കലുഷിതമായിട്ടുള്ള വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു നമുക്ക് തന്നെ അറിയില്ല, ഇനി അങ്ങോട്ട് എന്താവും അറിയില്ല, ആ അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ജന്മം അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി ഉണ്ടാക്കി തരണേ എന്ന്, അല്ലെങ്കിൽ ആ ഭഗവതിയിലേക്ക് എത്താനുള്ള വഴി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറയുന്ന കാര്യം അതുകൊണ്ടാണ്, മനസ്സിലായോ? കാരണം നമുക്ക് ഇനി കലികാലത്തിന്റെ കുറച്ച് ഭാഗമായപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇനി പോകെ ഇതിനെക്കാട്ടിലും കലുഷിതമായിട്ടുള്ള, ഇതിനെക്കാട്ടിലും കൂടുതൽ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. തിന്മയിൽ വർത്തിക്കുന്നവർ നന്മയിലേക്ക് വരാൻ വേണ്ടിയും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? അത് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക, എല്ലാ ഭഗവാനോടും ദേവിയോടും എല്ലാം പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലായിടത്തും പോവുക, പ്രാർത്ഥിക്കുക. ആ ഒരു ഐക്യവും ആ ഒരു സമാധാനവും സ്നേഹവും വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാട്ടോ. ഇന്നൊരു ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുശാന്ത്, വൈശാഖ്, സഞ്ജു, അരുൺ, മഹേഷ്, വിഷ്ണു, സൂര്യൻ, വൈശാഖ്, അതുശാന്ത്, മിസ്റ്റർ ദിലീപ്, വിഷ്ണു ബാബു, ചന്തു ട്രിവാൻഡ്രം, ഗുരുവായൂർ കണ്ണൻ, വൈശാഖ്, ധനേഷ് ധനു, ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ വയസ്സായിട്ടായാലും മരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയമില്ല. ഭഗവാൻ നമുക്ക് വിധിച്ചിട്ടുള്ള നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ആ ഭഗവാനോട് അവിടേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി പടിപ്പടിയായിട്ടാണ് നമുക്ക് പോകാനുള്ള യോഗമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി എത്താൻ സാധിക്കുന്നതാണ്. അതല്ല നേരിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വൈകുണ്ഠ ലോകങ്ങളിലൊക്കെ പോകാൻ കഴിയുമെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ ജന്മം അവസാനിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് അവിടെ ഒരു അഭയം തരാൻ വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സേവകനായിട്ടായാലും സേവകയായിട്ടായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിട്ടായാലും അഭയമായിട്ടായാലും എങ്ങനെയായാലും നമുക്ക് ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ, ഭഗവാനിലെ ഒരു അഭയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്രയ്ക്കും നമ്മുടെ കലികാലത്തിൽ അത്രയ്ക്കും നമുക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, നമ്മുടെ അമ്മ അച്ഛനും സഹോദരങ്ങൾക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, നല്ലവരായിട്ടുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ ഈ സ്കന്ദപുരാണം ഞാനിപ്പോൾ വായിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ സഹോദരൻ വളരെയധികം വലിയൊരു മുരുകഭക്തനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളായി. പക്ഷെ അവിടെ നിന്നായിരുന്നു നമ്മൾ ശൂലമൊക്കെ കുത്തിക്കൊണ്ട് ഈ മുരുക ഭഗവാന്റെ അവിടേക്ക് പോകുന്നത്. അപ്പം അവിടെ തന്നെ ആ കുടുംബത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ആ കുട്ടിയുടെ ആത്മാവിനും ശാന്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് വളരെയധികം വിഷമമായിട്ടുള്ള, അതും ഇതുപോലെ ഒരു പ്രണയബന്ധമായിരുന്നു. മനസ്സിലായി? ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടിട്ടാണ് അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇപ്പോഴുള്ള തലമുറ എന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവര് ഏത് നിമിഷം എന്തും ചെയ്യാന്നുള്ളൊരു ഇതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള തലമുറയുമാണ് ഈ തലമുറ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും നമ്മുടെ കുടുംബത്തിലായാലും മറ്റുള്ള കുടുംബങ്ങളിലായാലും ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ നെഗറ്റീവ് ഇല്ലാതാവുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് അതിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പം ഈ ക്രിസ്ത്യൻസ് ആയാലും ചെയ്യുന്ന അത് അവരായാലും ചെയ്യുന്നത് തന്നെ അവർ പ്രാർത്ഥനയാണ്. അവർ 24 hours അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഞായറാഴ്ച തോറും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ സമയവും പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഹിന്ദുസും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മുസ്ലിംസ് ആയാലും അവരായാലും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഹിന്ദുസും പ്രാർത്ഥിക്കുക. നമ്മുടെ സനാതനികളായിട്ടുള്ളവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, സനാതനികൾ മാത്രമല്ല എല്ലാ മതത്തിലുള്ളവർക്കും നന്മ വരാൻ വേണ്ടിയിട്ടും എല്ലാവരും നന്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടും നല്ലതിന് വേണ്ടിയിട്ടും നല്ലൊരു നാളേക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര.